നമ്മൾക്ക് പോലും എന്താ പറയാ കൺഫ്യൂഷൻ ആക്കുന്ന അത്രത്തോളം വാഹനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതും ബില്യൺ ഡോളർ സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പഗാനി, ഓ മൈ ഗോഡ്, ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. പഗാനി മെക്ലാരൻ, ഫെറാരി, ബുഗാട്ടി ചിറോൺ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു ബ്രാൻഡായിരുന്നു ബുഗാട്ടി. ആൻഡ് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ബുഗാട്ടി കാണുന്നത്. നിങ്ങൾ കാണുന്നത് ബുഗാട്ടി ചിറോൺ സ്പോർട്ടാണ്. ആക്ച്വലി ഞാനിപ്പോൾ എവിടെ ഉള്ളത് വെച്ചാൽ നമ്മുടെ ദുബായിൽ സഫ പാർക്കിലാണുള്ളത്. ആൻഡ് ഇവിടെ ഒരു പിക്നിക്, അതായത് പിക്നിക് 12th എഡിഷൻ എന്നുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിന്റേജ്, അതുപോലെ തന്നെ കറന്റ് ജനറേഷനിലെ എല്ലാ വാഹനങ്ങളും നമുക്ക് ഇവിടെ കാണാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാം കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും മോട്ടോപ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ പുതിയ മെഴ്സിഡസിന്റെ AMG 1 എന്നുള്ള ആ ഒരു മോഡലാണ്. ലുക്ക് അറ്റ് ദ ഡിസൈൻ. ഒരുപാട് ആളുകൾ അങ്ങനെ എന്താ പറയുക, അടുത്ത് കാണാൻ ചാൻസ് ഇല്ലാത്തൊരു മോഡലാണ് ഇത് കാണുന്നത്. എന്നാൽ അതിൻ്റെ നേരെ ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ ബുഗാട്ടിയുടെ ചിറോൺ സ്പോർട്ട് കിടക്കുന്നുണ്ട്. ആൻഡ് ഈ കാണുന്നൊരു ലംബോർഗിനിയുടെ ഹുറാക്കാൻ ഈവോ ആണ്. ആൻഡ് അവിടെ നമുക്കൊരു ഫെറാരിയുടെ ഫെറാരി അവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇത് 812 കോമ്പറ്റീഷൻ. ആ കിടക്കുന്നത് 12 സിലിണ്ടറി എന്നുള്ള ആ ഒരു മോഡലാണ്. ആൻഡ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി പി ഓഫ് മോട്ടോഴ്സിൻ്റെ ഒരു വാഹന ശേഖരത്തിലാണുള്ളത്. ആൻഡ് അവിടെയും ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇനി ഞാൻ വാഹനം കാണിച്ചു തരുള്ളൂ. അത് എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഒരു വാഹനപ്രേമിയായ നമ്മൾക്ക് പോലും എന്താ പറയുക കൺഫ്യൂഷൻ ആക്കുന്ന അത്രത്തോളം വാഹനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതും ബില്യൺ ഡോളർ സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പാർക്കിംഗ് പോലും എന്താ 7558 നമ്മുടെ നമ്പറാണ്. അതിൽ 58 ഉണ്ട്. എന്താ 7258. ഇവിടെ വേറൊന്നുണ്ട്. ഇഷ്ടംപോലെ ബൈക്കുകളവിടെ കാണുന്നുണ്ട്. ആൻഡ് സ്നോർക്കലൊക്കെ വെച്ചിട്ടുള്ള ഒരു ജീവേഗനാണ് ആ കാണുന്നത്. ആൻഡ് there comes something interesting. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാൻഡ് 12 പിക്നിക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ആര് എന്തെന്നൊന്നും ചോദിക്കരുത്, ഞാനിങ്ങനെ കാണിച്ചു തരും. M6 അവിടെ കാണുന്നുണ്ട്, കാറ്റ്മാൻ S ഉണ്ട്, ജാഗോറിൻ്റെ E30, പോർഷയുടെ കരാറുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു G-Wagon അവിടെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്താണ് ഏതൊന്നും പറഞ്ഞുതരാനൊരു ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഹോൾ മണി കാസ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം. കണ്ടോ, ഐ തിങ്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെവറിഗാറ്റി ഓട്ടോമൊബൈൽസിൻ്റെ Fiat 500 ആണ്. അത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് മാറ്റി ഒരു Fiat-ആണ്. വാട്ട് ഈസ് ദിസ്? ഇതുപോലെ ഡെല്ലാറാ എന്തോന്നറിയ. Lotus, it's a Jaguar. Mercedes-ന്റെ SL 560 ഉണ്ട്, SL 300 ഉണ്ട്, കൺവേർട്ടബിൾ ആണ്. We have a BMW M2 here.
Lotus again, Mercedes-Benz, Porsche, and lot of Porsche. ലാസ്റ്റ് നമ്മൾ പരിപാടിക്ക് പോയിട്ടുണ്ടായപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് പോർഷെ. പക്ഷെ അതൊക്കെ അപ്ഡേറ്റഡ് ആണ്, ലൈക്ക് ഓൾഡ് സ്കൂൾ അല്ല. Dual tone paint. Look at the finish. ഈ ഒരു ഏരിയയിൽ മൊത്തം വിൻറ്റേജ് ആണ്. ഇനിയും നമുക്ക് ഇവിടേക്ക് പുതിയ പുതിയ വാഹനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും കാണുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. അങ്ങനത്തെ വാഹനങ്ങളാണ് ഞാൻ ഈ കാണുന്നത്. ആൻഡ് വി ഹാവ് McLarens there. Oh my god. നിങ്ങൾക്കത് കാണുന്നുണ്ടോന്ന് അറിയില്ല, കാരണം അത്രത്തോളം ഞാനും എക്സൈറ്റഡ് ആണ് ഫോർ ദിസ്. Yeah, here we do have the Aston Martin. McLaren, yeah. Mustang. Oh. Two McLarens here. Oh. Yeah, here we have the Aston Martins. Again another. Oh, look at that. Aston Martin. SL again Land Cruiser. Oh, my favorite. The Dominic Toretto. Oh my god. Chevrolet old pickups. And we have one Ford here. Oh, very nice. പറയാൻ വാക്കുകളില്ല. എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിലാണ് ഞാനെപ്പോഴും അതിശയപ്പെട്ട് കിടക്കുന്നത്. Oh my god. എന്ത് പറയണമെന്ന് അറിയില്ല. വിൻറ്റേജും എല്ലാം അവിടെ ഉണ്ട്. ഞാനങ്ങനെ കാണിച്ചു തരാം, അത് എനിക്ക് പറയാൻ കഴിയുള്ളൂ. GT3 Jaguar. BMW C8 എന്നുള്ളൊരു മോഡലാണ് ഈ കിടക്കുന്നത്. ലൈക്ക് ദ C1 ഉണ്ടായിരുന്നു. ഇത് ദ C8. ബേസിക്കലി ഒരു BMW ഫാൻ ആയതുകൊണ്ട് BMW കുറച്ച് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം ഒരു G-Wagon അവിടെ കിടക്കുന്നുണ്ട്. കരേര പോർഷയുടെ ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ പോർഷാസിയ. ഇതൊക്കെ ഫുള്ള് പോർഷയുടെ വാഹനങ്ങളാണ്. പഴയ രാജാക്കന്മാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ബിൽഡിംഗ് അപ്പ് എ കമ്മ്യൂണിറ്റി. എത്രത്തോളം ആളുകളാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നുള്ളത്, കാരണം ദിസ് ഈസ് എ ക്രൈസ്. യാ, ഓ മൈ ഗോഡ്. നമ്പർ ഉണ്ട് 1279. Porsche the paddock. അവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത്. പോർഷയുടെ 918 സ്പൈഡർ ആണ്. ഒരു ഹൈബ്രിഡ് ആണ് ഈ ഒരു വാഹനം. പോർഷെ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദ നിസാൻ GTR R35 രണ്ടെണ്ണം കാണുന്നുണ്ട്. വേറൊരാള് നമ്മുടെ പഴയ മാരുതി കേരളത്തിന്റെ പോലെയുണ്ട്, പക്ഷെ എന്നാൽ ഇതല്ല, വോക്സ് വാഗൺ. ഞാൻ അവിടെ ഓട്ടോ വിളിച്ചിട്ട് മറ്റേ M3 സൈഡിലുണ്ട്. അവർ സുപ്ര നടക്കില്ല, അവിടെ ഒരു സുപ്ര നടക്കുന്നുണ്ട്, ഒരു M3 ഇവിടെ കിടക്കുന്നുണ്ട്. എവിടെയാടോ? ഇതിവിടെ അവിടെ അതാ.
ഫെറാരിയുടെ പല വാഹനങ്ങളും, പിന്നെ ഒരു ഫെറാരി നമുക്ക് അവിടെയും കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ബുഗാട്ടിയുടെ ഷിറോൺ സൂപ്പർ സ്പോർട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് നമുക്കൊരു നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കണ്ട പോലെ ഒരു ട്രക്ക് വാഹനമെന്ന് വേണമെങ്കിൽ പറയാം. GT2 RS ഇവിടെയുണ്ട്. ഞാൻ ഇവിടുന്ന് എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ബുഗാട്ടി ഷിറോൺ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ വാഹനങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റാളിലേക്ക് പോവാണ്. MG ഇവിടെ അവിടെ ഉണ്ട്. ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി കുറേ നേരം കാത്തിരുന്നു. GT3 RS അവിടെ കിടക്കുന്നുണ്ട്. ഡിസൈനോ ഫോർഡിന്റെ GT. ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള സംഭവം അല്ലേ? GT3 RS പിന്നെ കോമൺ ആണ്. Carrera 2, നിസാന്റെ R34 1 2 R34 ഒരുപാട് കൊടുക്കാം. നമ്മളെ പോളിന്റെ വാഹനം അവിടെ അല്ലല്ലോ, ഏത് അക്യൂറ അത് ഇവിടെ ഉണ്ട്. ദിസ് വൺ റൈറ്റ്. ഒരുപാട് നിസാന്റെ GT വേറെ ഇവിടെ കാണുന്നുണ്ട്. ഹോഡയുടെ ഇത് NS6 യെസ് വേറെ GT വേറെ ഇവിടെ കാണുന്നുണ്ട്. R32 ഇവിടെ ഉണ്ട്. R34 വേറെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് മക്ലാരൻ ഒരുപാട് വാഹനം. ഇവിടെ നമ്മൾ ഹോഡിയുടെ വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഹോഡിയുടെ RS3 ഏതാണ് GTയോ ഏതാണ് RS6ന്റെ GT. ഹോഡി V10 ഒരു പിങ്ക് കളറില്. ഇത് ഹോഡിയുടെ പഴയൊരു വിന്റേജ് വാഹനമാണ്. ഹോഡി കോട്രോ റാലി കാർ. ആൻഡ് ഇവിടെയും വേറൊരു R8 ഇവിടെ ഇറങ്ങുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദ മക്ലാരൻസ് ഹിയർ. എത്ര 1 2 3 4 5 6 7 മക്ലാരൻ ഇവിടെ കാണുന്നുണ്ട്. പല മോഡലുണ്ട്. 570 ഉണ്ട്, സാൻ 50 ഉണ്ട്, സാനാലി. ദിസ് ഈസ് ദ ആസ്റ്റൺ മാർട്ടിൻ. ഇതൊക്കെ റയർ സാധനമാണല്ലോ അല്ലേ? സ്പെഷ്യൽ എഡിഷൻ റയർ ഓഫ് ദ റയർ. റിയലി നൈസ്. ആസ്റ്റൺ മാർട്ടിൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജെയിംസ് ബോണ്ടാണ് വരാറുള്ളത്. ആൻഡ് ഇവിടെ ഒരു AMG GT അവിടെ കാണുന്നുണ്ട്. വി ഹാവ് ദ പോർഷസ് ഹിയർ. ഇവിടെ AMG GT ഉണ്ട്, BMW ആൻഡ് അനദർ ഫെറാരി, ലംബോർഗിനി. ഇത് നമ്മുടെ ഇതല്ലടാ മുസ്ലാഗോ, നമ്മുടെ GTL ഒക്കെ നമ്മൾ കണ്ട് ഒരുപാട് കളിച്ച GT Vice City കളിച്ചൊരു മോഡലാണ് ഈ കാണുന്ന മുസ്ലാഗോ. പിന്നെ ഫെറാരിയുടെ മറ്റൊരുപാട് ദിസ് ഈസ് ആൾസോ എ മുസ്ലാഗോ. ആൻഡ് ദിസ് ഈസ് എന്താ एक मिनट what is this is a oh god. Six liter V12 turbo. V12 ആണ്. 6 liter V12 ആണ്. And we have another Bugatti Chiron here. Matte black Chiron Sport ആണ്. It's carbon fiber. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നമുക്കത് it's all carbon fiber. ആ ഷൈനിങ് ഉള്ളതുകൊണ്ട് നമുക്കാണ് തോന്നുന്നത്. It's in the black color. Very nice. And വേറൊരു GT, ഫോർഡിന്റെ GT ഇവിടെ വേറുന്നുണ്ട്. And the Pagani. Oh my god, ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. പഗാനി ഏതാണത്? നമ്മുടെ റോഡ്സ്റ്റർ. വീൽസ് ഫസ്റ്റ് മോട്ടോഴ്സിന്റെ ആണ്. This is the Pagani Hoyara Roadster. AMGയുടെ V12 എഞ്ചിൻ ആണതുള്ളത്. Sorry. And this is the engine. And it's a road legal car. Italy.
Look at the. Oh yeah. GT3 RS ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഫെറാരിയുടെ എൻസി, ഫെറാരിയുടെ എൻസോ, and this is the first അല്ലേ? Yeah, the latest Ferrari. I think this is a race car അല്ലേ? Yeah, club challenge. Oh, look at this. എന്തോന്നാണ് ഇതൊക്കെ? അവിടെ വേറെ മോൺസ ഒരുപാട് പേരുകളാണ്. ഡയറ്റോണ കാണുന്നുണ്ടാവുള്ളൂ. ഇവിടെ കണ്ടോ ഡയറ്റോണ. പിന്നെ അതുകൊണ്ട് ഒരുപാട് ഫെറാരീസ് നമുക്ക് ഇവിടെ കാണാം. പേര് പറഞ്ഞാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക്. ഒരുപാട് ഫെറാരി. ദ വിന്റേജ് വൺ ഈസ് ഓൾസോ ഹിയർ. ഇറ്റ്സ് ഓൾ ഫെറാരീസ്. പല കളറുണ്ട്. മഞ്ഞയുണ്ട്, ഒരു നീലുണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വീണ്ടും മഞ്ഞയുണ്ട്, ഒരു ഗോൾഡ്, ഒരു സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു നീല കളർ ഉണ്ട്. ഒരുപാട് കളേഴ്സ്. ഓ ഗോഡ്, റേസ് കാർസ് ഒക്കെയാണ്. എന്റെ മോനെ, ഇവിടെ പിന്നെ ഒരുപാട് സ്റ്റോളുകൾ കാര്യങ്ങള് അത് വേറെ ഉണ്ട്. പഴയ രാജാക്കന്മാര് വേറെയും ഒരുപാട് ഇവിടെ ഉണ്ട്. ലെഗസി, ഇതൊക്കെയാണ് ലെഗസി എന്ന് പറയുന്നത്. സ്റ്റിൽ ദേ ആർ മെയിൻറ്റെയിനിങ് ഇറ്റ്. McLaren, Ferrari, Bugatti Chiron, Super Sport. മറ്റൊരു കളറാണ്. ലീസ്റ്റ് നോട്ട് ടച്ച്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. Another McLaren here. Oh God, F1 സ്റ്റിമുലേറ്റർ ആണ്. അതിനൊക്കെ ഒഴിച്ചു പോയി. ആൻഡ് വി ഹാവ് എ Brabus G633 V8 by turbo. BMW M3. So much. വീണ്ടും GT3 RS, Supra, Aston Martin, James Bond, Vantage, BMW M. Is that an M3? Oh yeah, BMW M8. This is the E92 M3. This is my favorite. Yeah, of course, this is my favorite. ഞാൻ BMW ഇഷ്ടപ്പെടാൻ കാരണക്കാരനായ ഒരു വാഹനമാണത്. E90, E92, E93, M3 എന്ന് പറയുന്നത്. അബ്ദു, യെസ് പറയൂ, എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ, എന്തും പറയാം. GT3, again Porsche M3. We have the Nissan GT-R, Subaru, Mitsubishi. അതൊക്കെ മോഡിഫൈഡ് വാഹനങ്ങളാണ്. ഉണ്ട് BMW M3, M2. മിറ്റ്സുബിഷിയുടെ ഒരു ഇവർ ഇങ്ങനത്തെ സാധനം എടുക്കുന്നുണ്ടോ? GT. Mitsubishi. I think this is the M5. Yeah, M5. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇന്ത്യയിൽ വരുത്തിയിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. വീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. M5. Yeah. We have the M3. Yeah, this is the M3 or M4 competition ആണ്. Nice. Look at this. Classic item. പഴമക്ക് എന്നും ആ ഒരു പ്രൗഢി ഇത് വേറെ തന്നെയാണ്. AMG C63S അവിടെ കാണുന്നുണ്ട്. ഒരുപാട് ഗോൾഫ് GTI, പോർഷെ ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച ഒരു വാഹനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസിക് ഷാർജ ഡിഫൻഡേഴ്സ് ഒരുപാട് ഇവിടെ ഉണ്ട്. Supra, Ferrari again, Lotus,
ഇത് സുപ്ര GT, നിസാന്റെ GTR ഉണ്ട്. ഷെവർലെ കോർവെറ്റ്സ് ആണ് ഈ കാണുന്നത്. അവിടെ ബൈക്കും ഉണ്ട്. ഇതാണ് ഫുള്ള് പോർഷെ GT3 RS. എന്താ മോനെ 1, 2, 3, 4, 5 GT3 RS. അവിടെ ഒരുപാട് പോർഷേഴ്സ് ഉണ്ട്, കോർവെറ്റ് ഉണ്ട്, 2 മക്ലാരൻ അവിടെ കാണുന്നുണ്ട്. എന്നല്ല 1, 2, 3, 4, 5, 6 മക്ലാരൻ. നൈസ്. 750 720S ആണത്. 720S GT 500. ഒരുപാട് ഇവിടെ കാണാം. അവിടെ ഇവിടെ GT3 RS ആണ്. സറൗണ്ടഡ് ബൈ മക്ലാരൻസ്. മക്ലാരൻ 695 LT ആണ്. അവിടെ മക്ലാരൻ്റെ കാർബൺ ഫൈബറിൽ കാണുന്നുണ്ട്. അതൊക്കെ അത് ആൽക്കൻഡാറ ലെതർ ആണ്. അതുപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം അത് ഉള്ളിൽ കാണുന്നുണ്ട്. ഇതൊരു അറ്റത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ വീണ്ടും ഇവിടെ ഉണ്ട്. എന്താണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്നില്ല. അത്രത്തോളം വാഹനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഇത് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. കമാറോ, ഓ ഗോഡ്, ഷെവർലെയുടെ കമാറോ, SS GTR അവിടെ വന്നിട്ട്. ദിസ് ഈസ് ദ AMG. AMG GTC, Nissan Patrol, M3 again, another BMW Hydra over there. Oh God, look at that entry. ഒരു മഞ്ഞക്കിളിയുണ്ട്, M4 കോമ്പറ്റീഷൻ. അതിൽ ഇന്ത്യയുടെ എന്താ ഒരു കളർ, ഒരു ഡിഫറെൻറ്റ് കളർ ടോണാണ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റിയർ ആൾസോ സൂപ്പർ സഫാരി. ഒരു R8 അവിടെ കാണുന്നുണ്ട്. ഒരു 2 door G-Wagon അവിടെ കാണാം. റേഞ്ച് റോവർ, ദ ഓൾഡ് ജെൻ മാഫിയ. നിസാന്റെ 370Z ആണത്. യെസ്, Audi R8. ആൻഡ് ഇവിടെ ഒരുപാട് മിനികൾ നമുക്ക് കാണാം. M3 കോമ്പറ്റീഷൻ, E63S, another BMW M4, M5 CS. Oh God, M5 CS. Look at the color. Dual tone, carbon fiber finish കൊടുത്തിട്ടുണ്ട്. This is my kind of area, like everything it's BMW here. Oh God. ഹാർലി ഡേവിഡ്സന്റെ ബൈക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ അല്ല, പല മോഡൽസ് ഉണ്ട്, പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ മെഴ്സിഡീസിലെ AMG എന്ന് പറഞ്ഞ പോലെ BMW ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ടീമാണ് ആൽപിന. അവരുടെ ഒരു വാഹനമാണ് ആൽപിന. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ആൽപിന ഡിസൈൻ ചെയ്ത് BMW കാണുന്നത്. സോൾ BMW B7. ഓ ഗോ, അനത് ഈ SLE ഇതൊക്കെ പുതിയ Oh God, serious 1 liter.
Porsche again. Oh God. ഏതൊരു വാഹനത്തിൻ്റെ മെയിൻ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്നുള്ള ഒരു വ്യൂ ആണ്. Whoever it is, whatever it is. We have this wiper here. Ferrari, Porsche, BMW is going. ഒരു കളർ ഷെയ്ഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഐ ക്യാച്ചിങ് ആണ്. അതുപോലെ തന്നെയാണ് ആ ഒരു കോർവേറ്റയുടെ കളറും ആ കാണുന്ന പോർഷെ 911 GT3 RSൻ്റെ കളർ, പിന്നെ അവിടെ കിടക്കുന്ന GT3 RS പിന്നെ മക്ലാരൻ ആയിക്കോട്ടെ ഒന്ന് മിഷീയുടെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇവിടെ ഉള്ളത്. 1986 G ആണ് ഈ കിടക്കുന്നത്. സ്പോർട്ട് ബിഡിങ് സ്പോർട്ട് സെയിൽ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു വൈപ്പർ ഇവിടെ കാണുന്നുണ്ട്, ഇതും ഫോർ സെയിലാണ് 1996. എൻ്റെ വയസ്സുണ്ട് ഈ ഒരു വാഹനത്തിൽ, അതായത് 30 വയസ്സായി, 30 വർഷം പഴക്കണ്ട ഈ ഒരു വാഹനത്തിന്. ഇതേപോലെ ഒന്ന് വീട്ടിലിങ്ങനെ ഒന്ന് നിർത്തിയിടണം. നിർത്തിയിട്ട് കാര്യം നാട്ടിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമ്മളെ നാടല്ലേ, എന്താ ചെയ്യുക. പൊട്ടിക്കോ Come on, come on, come on. നമ്മുടെ GTA വൈസ് സിറ്റി കളിച്ചിട്ടുണ്ടാവും, ഒരു ഇൻഫർനസ് എന്നുള്ളൊരു കാറുണ്ടാവും. ആ ഒരു കാറിനാണ് ഈ കാണുന്നത്, നമ്മുടെ ഈ ഒരു മൂസിലാഗോ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു AMG GTS ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു AMG GT കിടക്കുന്നുണ്ട്, ഒരു ലെമ്പൂർ മൂസിലാഗോ, ഫോർഡ് GT,
ഒരു ഫെറാരി ഉണ്ട്, വീണ്ടും ഫെറാരി, വീണ്ടും മുർസിലാഗോ, വീണ്ടും ഫെറാരി, വീണ്ടും ഫെറാരി. അങ്ങനെ അവിടെ ഒരുപാട് പോർഷേഴ്സ് നമുക്ക് അവിടെ കാണാം. ആൻഡ് മുർസിലാഗോ തന്നെ ഒരു ഓറഞ്ച് കളറും അവിടെ കാണാം. നിയാസുണ്ടല്ലോ കൂടെ. Lotus is McLaren P1. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലംബോർഗിനിയുടെ പുതിയ ഓൾട്ടോ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഉണ്ടോ? 9587. ഒരു പച്ച കളർ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് ഈ ഒരു സഫാ പാർക്കിലുള്ള ഈ ഒരു ഇവൻറ്റിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരുള്ളത്. ആക്ച്വലി ഞാനിപ്പോൾ സറൗണ്ട് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4, 4 GT3 RS ഉണ്ട് എൻ്റെ ചുറ്റുപാടിലായിട്ട്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാനൊരു ബുഗാട്ടി ആദ്യമായിട്ട് കാണുന്നത് എന്നാണ്. ഒരുപാട് ദിവസങ്ങളല്ല വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ബുഗാട്ടിയുടെ ആ ഒരു വാഹനം കാണുന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ BMW M5 CS ഞാനിവിടെ ഒരു റയർ സാധനമാണ്. ആക്ച്വലി ഞാനത് സൗദിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ടൈം ഐ എം സീയിങ് ദ M5 CS. ആൻഡ് നേരത്തെ പോലെ കോർവേറ്റ് ഉണ്ട്, പിന്നെ നിസാൻ്റെ GTR ഉണ്ട്, R35, R32, അതുപോലെ കറണ്ട് ജനറേഷൻ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ. മക്ലാരൻ്റെ 750S അതുണ്ട്. പിന്നെ നേരത്തെ പോലെ GT3 RS ഉണ്ട്. പിന്നെ BMW കുറേ വിൻറ്റേജ് മോഡലുണ്ട്, ആൽപിന ചെയ്തു കൊടുത്ത മോഡലുകളുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. പറഞ്ഞു തീരാൻ സത്യം വെച്ചാൽ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ പറയണമെന്നറിയില്ല. കാരണം അത്രത്തോളം വാഹനങ്ങളാണ് എന്നെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഈ ഒരു സമയമാണ് ഞാനായി മാറുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ ദിസ് മൊമെൻറ്റ്. ആൻഡ് എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് സംതിങ് ടു ബി ഫ്രാങ്ക് എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ എന്താ പറയുക, മണ്ടത്തരായി പോകും. കാരണം എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആക്ച്വലി ഒരു 12 മണിക്കൂടെ എത്തിയിട്ട് ഇപ്പോൾ സ്റ്റിൽ നമുക്ക് 6 മണിയുടെ അടുത്ത് ആവാൻ പോകുന്നുണ്ട്. എന്താ പറയുക, ഒന്നിനും ഈ വാഹനം എന്നുള്ളത് കൊണ്ട് പല സ്ഥലത്ത് പലതാണുള്ളത്. പിന്നെ ഫെറാരിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ എനിക്ക് കാണിച്ചു തരാനുള്ളത്. ആക്ച്വലി ഫുള്ള് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അത്രത്തോളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മറ്റൊരു ഇവൻറ്റ്, മറ്റൊരു പരിപാടി, മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.